ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ 30/11/2024 നടത്തിയ ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 170/2024. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഓപ്ഷൻ ബി, ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് റൈറ്റ് വാരി വ്യവസ്ഥ. ഓപ്ഷൻ സി, വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് റൈറ്റ് വാരി വ്യവസ്ഥ. ഓപ്ഷൻ ഡി, ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് മഹൽവാരി വ്യവസ്ഥ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. അപ്പം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥ, ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥ ഏതാണെന്ന് ചോദിച്ചാല് അത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ്. ഇനി ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങൾ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങളാണ് ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങൾ. ഇനി റൈറ്റ് വാരി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശം ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളാണ്. ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ. മഹൽവാരി വ്യവസ്ഥ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യ. ഒന്നുകൂടെ പറയാം, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങൾ. റൈറ്റ് വാരി വ്യവസ്ഥ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ. മഹൽവാരി വ്യവസ്ഥ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യ. ഇനി ചോദിക്കാം, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ അത് കോൺവാലിസ് പ്രഭുവാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണെന്ന് വെച്ചാല് അത് കോൺവാലിസ് പ്രഭുവാണ്. ഇനി ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ നികുതി പിരിച്ചിരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് സെമീന്ദാർമാരാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയില് നികുതി പിരിച്ചിരുന്നത് സെമീന്ദാർമാരാണ്. ഇനി കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചിരുന്ന ഭൂനികുതി വ്യവസ്ഥ അറിയപ്പെടുന്ന പേരാണ് റൈറ്റ് വാരി. എന്താണ് റൈറ്റ് വാരി വ്യവസ്ഥ? കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചിരുന്ന ഭൂനികുതി വ്യവസ്ഥ അറിയപ്പെടുന്ന പേരാണ് റൈറ്റ് വാരി വ്യവസ്ഥ. ഇനി ഗ്രാമത്തെ അഥവാ മഹൽ ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിരിച്ചിരുന്നത് അറിയപ്പെടുന്ന പേരാണ് മഹൽവാരി വ്യവസ്ഥ. ഗ്രാമത്തെ അഥവാ മഹൽ ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിരിച്ചിരുന്നത് അറിയപ്പെടുന്നത് മഹൽവാരി. ഇനി മഹൽവാരി വ്യവസ്ഥയിൽ നികുതി പിരിച്ചിരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഗ്രാമത്തലവന്മാരാണ് കേട്ടോ. ഗ്രാമത്തലവന്മാർ. ഒന്നുകൂടെ പറയും, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ നികുതി പിരിച്ചിരുന്നത് സെമീന്ദാർമാർ. കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചിരുന്ന ഭൂനികുതി വ്യവസ്ഥ അറിയപ്പെടുന്ന പേരാണ് റൈറ്റ് വാരി വ്യവസ്ഥ. ഗ്രാമത്തെ അഥവാ മഹൽ ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിരിച്ചിരുന്നത് അറിയപ്പെടുന്നത് മഹൽവാരി വ്യവസ്ഥ. മഹൽവാരി വ്യവസ്ഥയിൽ നികുതി പിരിച്ചിരുന്നത് ആരാണെന്ന് ചോദിച്ചാല് അത് ഗ്രാമത്തലവന്മാരാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഓപ്ഷൻ എ, ഗോപാലകൃഷ്ണ ഗോഖലെ. ഓപ്ഷൻ ബി, രമേശ് ചന്ദ്ര ദത്ത്. ഓപ്ഷൻ സി, ദാദാഭായ് നവറോജി. ഓപ്ഷൻ ഡി, ബാലഗംഗാധര തിലകൻ. അത് ഓപ്ഷൻ സി, ദാദാഭായ് നവറോജിയാണ്. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാല് അത് ദാദാഭായ് നവറോജിയാണ്. ഇനി സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നതും ദാദാഭായ് നവറോജിയാണ് കേട്ടോ. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാലും അത് ദാദാഭായ് നവറോജിയാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഓപ്ഷൻ എ, കാനിങ് പ്രഭു. ഓപ്ഷൻ ബി, ഡൽഹൌസി. ഓപ്ഷൻ സി, വെല്ലസ്ലി പ്രഭു. ഓപ്ഷൻ ഡി, കോൺവാലിസ് പ്രഭു. അത് ഓപ്ഷൻ ബി, ഡൽഹൌസി പ്രഭു ആണ് കേട്ടോ. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാല് അത് ഡൽഹൌസി പ്രഭു ആണ്. 1848 ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആണ് ഡൽഹൌസി പ്രഭു. ഇനി സന്താൾ കലാപം നടക്കുമ്പോൾ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതും ഡൽഹൌസി പ്രഭു ആണ് കേട്ടോ. സന്താൾ കലാപം നടക്കുമ്പോൾ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാല് അത് ഡൽഹൌസി പ്രഭു ആണ്. ഇനി ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിന്റെ കരട് തയ്യാറാക്കിയ ഗവർണർ ജനറൽ ആരാണെന്ന് വെച്ചാൽ അത് ഡൽഹൌസി പ്രഭു ആണ്. ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിന്റെ കരട് തയ്യാറാക്കിയ ഗവർണർ ജനറൽ ആരാണെന്ന് വെച്ചാൽ അത് ഡൽഹൌസി പ്രഭു ആണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, 1857 വിപ്ലവത്തിന്റെ ലക്നൌവിലെ നേതാവായിരുന്നു നാനാ സാഹിബ്. ഓപ്ഷൻ ബി, 1857 വിപ്ലവത്തിന്റെ ലക്നൌവിലെ നേതാവായിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ. ഓപ്ഷൻ സി പറയുന്നത് 1857 വിപ്ലവത്തിന്റെ ലക്നൌവിലെ നേതാവായിരുന്നു താന്തിയ തോപ്പി.
ഓപ്ഷൻ ഡി 1857 വിപ്ലവത്തിന്റെ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത്ത് മഹൽ. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1857 വിപ്ലവത്തിന്റെ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത്ത് മഹൽ. ഇനി ഡൽഹിയിൽ വിപ്ലവം നയിച്ച ആരാണ്? ഡൽഹിയില് അത് ബഹദൂർ ഷാ സെക്കൻഡ് ആണ് കേട്ടോ. ഡൽഹിയിൽ വിപ്ലവം നയിച്ചത് ബഹദൂർ ഷാ സെക്കൻഡ് ആണ്. കാൺപൂരിൽ വിപ്ലവം നയിച്ചതാണ് ആരൊക്കെയാണ്? കാൺപൂരില് നാനാ സാഹിബ് താന്തിയ തോപ്പി. നാനാ സാഹിബ് ഉണ്ട്, താന്തിയ തോപ്പി ഉണ്ട്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി, ഓപ്ഷൻ സി രാജഗോപാലാചാരി, ഓപ്ഷൻ ഡി ഡോക്ടർ BR അംബേദ്കർ. അത് ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണെന്ന് വെച്ചാല് ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന അതും ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ഫെഡറൽ, ഓപ്ഷൻ ബി റിപ്പബ്ലിക്, ഓപ്ഷൻ സി ഡെമോക്രാറ്റിക്, ഓപ്ഷൻ ഡി സോഷ്യലിസ്റ്റ്. അത് ഓപ്ഷൻ ബി റിപ്പബ്ലിക് ആണ് കേട്ടോ. തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാല് അത് റിപ്പബ്ലിക് ആണ്. ഇനി ഇന്ത്യ ഒരു റിപ്പബ്ലിക് രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി എന്നാണ്? ഇന്ത്യ ഒരു റിപ്പബ്ലിക് രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി എന്നാണ്? അത് 1950 ജനുവരി 26 കേട്ടോ. 1950 ജനുവരി 26. ഇനി റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് ഫ്രാൻസ് ആണ് കേട്ടോ. ഫ്രാൻസ്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ മൗലിക അവകാശങ്ങളിൽ, ഓപ്ഷൻ ബി നിർദ്ദേശക തത്വങ്ങളിൽ, ഓപ്ഷൻ സി ആമുഖത്തിൽ, ഓപ്ഷൻ ഡി മൗലിക കടമകളിൽ. അത് ഓപ്ഷൻ ബി നിർദ്ദേശക തത്വങ്ങളിലാണ് കേട്ടോ. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാല് അത് നിർദ്ദേശക തത്വങ്ങളിലാണ്. മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? അത് അയർലൻഡ് ആണ് കേട്ടോ. അയർലൻഡ്. ഇനി നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? അത് തേജ് ബഹദൂർ സപ്രു കമ്മിറ്റിയാണ് കേട്ടോ. തേജ് ബഹദൂർ സപ്രു കമ്മിറ്റി. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയില് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം ഏതാണ്? അത് ഭാഗം 4 ആണ് കേട്ടോ. ഭാഗം 4. ഇനി ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ആർട്ടിക്കിൾ 36 തൊട്ട് 51 വരെയാണ് കേട്ടോ. 36 തൊട്ട് 51. ഇനി ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിനായി ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിനായി ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? അത് മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. ഇനി ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ചോദിച്ചാൽ അത് ഭാഗം 4 ആണ് കേട്ടോ. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ മൗലിക അവകാശങ്ങൾ ഭാഗം 1 ഉൾപ്പെടുത്തിയിരിക്കുന്നു, ഓപ്ഷൻ ബി മൗലിക അവകാശങ്ങൾ ഭാഗം 2 ഉൾപ്പെടുത്തിയിരിക്കുന്നു, ഓപ്ഷൻ സി മൗലിക അവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു, ഓപ്ഷൻ ഡി മൗലിക അവകാശങ്ങൾ ഭാഗം 4 ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് ഓപ്ഷൻ സി മൗലിക അവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചാല് മൗലിക അവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി മൗലിക അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ എത്ര തൊട്ട് എത്ര വരെയാണ്? അത് 12 മുതൽ 35 വരെയാണ് കേട്ടോ. മൗലിക അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ വെച്ചാല് 12 മുതൽ 35 വരെയാണ്. ഇനി മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച INC സമ്മേളനം ഏതാണ്? മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച INC സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാല് അത് 1927 മദ്രാസ് സമ്മേളനമാണ് കേട്ടോ. 1927 മദ്രാസ് സമ്മേളനമാണ്. ഇനി അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാല് അത് MA അൻസാരിയാണ് കേട്ടോ. MA അൻസാരി. ഇനി മൗലിക അവകാശങ്ങൾ നിലവിൽ വരാൻ കാരണമായിട്ടുള്ള INC സമ്മേളനം അത് 1931 കറാച്ചി സമ്മേളനമാണ് കേട്ടോ. എന്താണ് മൗലിക അവകാശങ്ങൾ നിലവിൽ വരാൻ കാരണമായിട്ടുള്ള INC സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ 1931 കറാച്ചി സമ്മേളനം. അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാല് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? ഓപ്ഷൻ എ ജോലി, ഓപ്ഷൻ ബി സ്വകാര്യത, ഓപ്ഷൻ സി സമത്വം,
ഓപ്ഷൻ ഡി വിദ്യാഭ്യാസം. അത് ഓപ്ഷൻ ഡി വിദ്യാഭ്യാസമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21 പ്രതിപാദിക്കുന്നത് വിദ്യാഭ്യാസമാണ്. ഇനി വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി നിയമം ഏതാണ്? വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി നിയമം ഏതാണ്? അത് 2002 86 ഭേദഗതി നിയമമാണ് കേട്ടോ. 2002 86 ഭേദഗതി നിയമമാണ്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ. ഓപ്ഷൻ എ വില്യം ലോഗൻ കമ്മീഷൻ, ഓപ്ഷൻ ബി ഹണ്ടർ കമ്മീഷൻ, ഓപ്ഷൻ സി സൈമൺ കമ്മീഷൻ, ഓപ്ഷൻ ഡി കപൂർ കമ്മീഷൻ. അത് ഓപ്ഷൻ എ വില്യം ലോഗൻ കമ്മീഷൻ ആണ്. മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാല് അത് വില്യം ലോഗൻ കമ്മീഷൻ ആണ്. എന്നാണ് മലബാർ കലാപം? മലബാർ കലാപം വർഷം എന്നാണ്? അത് 1921 കേട്ടോ. 1921 മലബാർ കലാപം. ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണത്തിനും അടിച്ചമർത്തലിനുമെതിരെ 19ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നടന്ന കലാപം ഏതാണെന്ന് വെച്ചാൽ അത് മലബാർ കലാപമാണ് കേട്ടോ. ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണത്തിനും അടിച്ചമർത്തലിനുമെതിരെ 19ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നടന്ന കലാപം ഏതാണെന്ന് ചോദിച്ചാല് അത് മലബാർ കലാപമാണ്. മാപ്പിള കലാപം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അത് മലബാർ കലാപമാണ് കേട്ടോ. ഇനി മലബാർ കലാപം അടിച്ചമർത്താനായി രൂപീകരിച്ച പ്രത്യേക പോലീസ് വിഭാഗം ഏതാണ്? മലബാർ കലാപം അടിച്ചമർത്താനായി രൂപീകരിച്ച പ്രത്യേക പോലീസ് വിഭാഗം ഏതാണ്? അത് മലബാർ സ്പെഷ്യൽ പോലീസ് ആണ് കേട്ടോ. മലബാർ സ്പെഷ്യൽ പോലീസ്. ഇനി മലബാർ കലാപകാലത്ത് കൊല്ലപ്പെട്ട മലബാർ മജിസ്ട്രേറ്റ് ആരാണ്? മലബാർ കലാപകാലത്ത് കൊല്ലപ്പെട്ട മലബാർ മജിസ്ട്രേറ്റ് ആരാണ്? അത് കനോലിയാണ് കേട്ടോ. കനോലി. ഇനി മലബാർ കലാപത്തെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ എന്ന് പറയുന്നത് കേട്ടോ. മലബാർ കലാപത്തെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ വില്യം ലോഗൻ കമ്മീഷൻ. ഇനി വില്യം ലോഗൻ കമ്മീഷന്റെ കണ്ടെത്തൽ പ്രകാരം മലബാർ കലാപത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ ഭൂനികുതി നയമാണ് കേട്ടോ. വില്യം ലോഗൻ കമ്മീഷന്റെ കണ്ടെത്തൽ പ്രകാരം മലബാർ കലാപത്തിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ, കുറിച്യർ കലാപത്തിന്റെ നേതാവ് ആര്? ഓപ്ഷൻ എ പഴശ്ശി രാജാവ്, ഓപ്ഷൻ ബി വേലുത്തമ്പി ദളവ, ഓപ്ഷൻ സി രാമൻ നമ്പി, ഓപ്ഷൻ ഡി ബിർസ മുണ്ട. അത് ഓപ്ഷൻ സി രാമൻ നമ്പിയാണ് കേട്ടോ. കുറിച്യർ കലാപത്തിന്റെ നേതാവാണ് രാമനമ്പി. ഇനി കുറിച്യർ കലാപം നടന്ന വർഷം എന്നാണ്? കുറിച്യർ കലാപം നടന്ന വർഷം അത് 1812. കുറിച്യർ കലാപം നടന്ന ജില്ല എവിടെയാണ്? ജില്ല അത് വയനാടാണ് കേട്ടോ. ഇനി കുറിച്യർ കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരാണ്? കുറിച്യർ കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ അത് TH ബേബർ ആണ് കേട്ടോ. ഇനി കുറിച്യർ കലാപത്തിന്റെ പ്രധാന മുദ്രാവാക്യം എന്താണ്? കുറിച്യർ കലാപത്തിന്റെ പ്രധാന മുദ്രാവാക്യം എന്താണെന്ന് വെച്ചാൽ അത് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക കേട്ടോ. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത് കുറിച്യർ കലാപത്തിന്റെ പ്രധാന മുദ്രാവാക്യമായിരുന്നു. ഇനി കുറിച്യർക്കെതിരെ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? അത് തോമസ് വാർഡൻ ആണ് കേട്ടോ. കുറിച്യർക്കെതിരെ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ചോദിച്ചാല് അത് തോമസ് വാർഡൻ ആണ്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, സർവ വിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ബി ബ്രഹ്മാനന്ദ ശിവയോഗി, ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. അത് ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികളാണ് കേട്ടോ. സർവ വിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളെയാണ്. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് 1853 ഓഗസ്റ്റ് 25 കേട്ടോ. ചട്ടമ്പി സ്വാമിയുടെ ജനനം 1853 ഓഗസ്റ്റ് 25. ജന്മസ്ഥലം ചോദിച്ചാൽ എവിടെയാണ്? അത് കൊല്ലൂർ കണ്ണൻമൂല കേട്ടോ. ജന്മസ്ഥലം കൊല്ലൂർ കണ്ണൻമൂല. ഇനി യഥാർത്ഥ നാമം എന്താണ്? യഥാർത്ഥ നാമം ചോദിച്ചാല് അയ്യപ്പൻ എന്നാണ് കേട്ടോ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം അയ്യപ്പൻ. ഇനി ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമമാണ് കുഞ്ഞൻപിള്ള കേട്ടോ. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം അറിയപ്പെടുന്നത് കുഞ്ഞൻപിള്ള. ഇനി ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം അത് പത്മനയാണ് കേട്ടോ. പത്മന. അദ്ദേഹം അന്തരിച്ചത് 1924 മെയ് 5-നാണ്. 1924 മെയ് 5-നാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ചേതനം. ഇതൊക്കെ ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ്. ഇനി ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ചോദിച്ചാൽ അത് പ്രാചീന മലയാളമാണ്. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ചോദിച്ചാല് അത് പ്രാചീന മലയാളമാണ്. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏത്? ഓപ്ഷൻ എ കേരള കൗമുദി, ഓപ്ഷൻ ബി കെ സഞ്ചാരി, ഓപ്ഷൻ സി മിതവാദി, ഓപ്ഷൻ ഡി
കേരള പത്രിക മിതവാദിയാണ് കേട്ടോ. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണെന്ന് ചോദിച്ചാല് അത് മിതവാദിയാണ്. ഇനി മിതവാദി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം എന്നാണ്? മിതവാദി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ അത് 1907 കേട്ടോ. സ്ഥാപകൻ ചോദിച്ചാൽ ടി ശിവശങ്കരനാണ്. ഇനി മിതവാദി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാല് ടി ശിവശങ്കരനും ആദ്യ പത്രാധിപർ ആരാണെന്ന് ചോദിച്ചാൽ അത് മൂർക്കോത്ത് കുമാരനാണ് കേട്ടോ. മിതവാദി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1907. സ്ഥാപകൻ ടി ശിവശങ്കരൻ. ആദ്യ പത്രാധിപർ ആരാണെന്ന് ചോദിച്ചാല് അത് മൂർക്കോത്ത് കുമാരനാണ് കേട്ടോ. ഇനി തീയരുടെ ബൈബിൾ, അധസ്ഥിതരുടെ ബൈബിൾ എന്നിങ്ങനെ അറിയപ്പെടുന്ന പത്രം ഏതാണ്? തീയരുടെ ബൈബിൾ, അധസ്ഥിതരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രമാണ് മിതവാദി പത്രം. 1913 മൂർക്കോത്ത് കുമാരൻ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ പത്രത്തിന്റെ അവകാശം സ്വന്തമാക്കി മിതവാദി തീയരുടെ വക ഒരു മലയാള മാസിക എന്ന പേരിൽ പുനരാരംഭിച്ച വ്യക്തിയാണ് സി കൃഷ്ണൻ കേട്ടോ. സി കൃഷ്ണൻ. ഇനി മിതവാദി കൃഷ്ണൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സി കൃഷ്ണൻ. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം ഏതാണ്? 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം ഏതാണ്? അത് മിതവാദിയാണ് കേട്ടോ. ഇനി 1907 കുമാരനാശാന്റെ വീണപൂവ് പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? 1907 കുമാരനാശാന്റെ വീണപൂവ് പ്രസിദ്ധീകരിച്ച പത്രം ഏതാണെന്ന് ചോദിച്ചാൽ അതും മിതവാദിയാണ് കേട്ടോ. 5ാമത്തെ ക്വസ്റ്റ്യൻ, കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരാണ്? ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ ബി അയ്യങ്കാളി, ഓപ്ഷൻ സി ബാരിസ്റ്റർ GP പിള്ള, ഓപ്ഷൻ ഡി ആഗമാനന്ദൻ. അത് ഓപ്ഷൻ ബി അയ്യങ്കാളിയാണ് കേട്ടോ. കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരാണെന്ന് ചോദിച്ചാല് അത് അയ്യങ്കാളിയാണ്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ, G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യമേത്? ഓപ്ഷൻ എ ഇന്തോനേഷ്യ, ഓപ്ഷൻ ബി മെക്സിക്കോ, ഓപ്ഷൻ സി ബ്രസീൽ, ഓപ്ഷൻ ഡി സിംഗപ്പൂർ. അത് ഓപ്ഷൻ ഡി സിംഗപ്പൂർ ആണ് കേട്ടോ. G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചാല് സിംഗപ്പൂരാണ്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ, ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ്? ഓപ്ഷൻ എ ഓപ്പറേഷൻ അജയ്, ഓപ്ഷൻ ബി ഓപ്പറേഷൻ അഭയ്, ഓപ്ഷൻ സി ഓപ്പറേഷൻ അഡൽ, ഓപ്ഷൻ ഡി ഓപ്പറേഷൻ അരുൺ. അത് ഓപ്ഷൻ എ ഓപ്പറേഷൻ അജയ് ആണ് കേട്ടോ. ഇസ്രയേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ അജയ്. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ, പട്ടിണി ഇല്ലാതാക്കാൻ സാമൂഹ്യ നീതി തുല്യതയിൽ അധിഷ്ഠിതമായ വളർച്ച. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യ നീതി, തുല്യതയിൽ അധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി. ഓപ്ഷൻ എ 9ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ ബി 8ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ സി 10ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ ഡി 11ാം പഞ്ചവത്സര പദ്ധതി. അത് ഓപ്ഷൻ എ 9ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. എന്താണ്? പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹിക നീതി, തുല്യതയിൽ അധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാല് അത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? ഓപ്ഷൻ എ ആസാം, ഓപ്ഷൻ ബി മേഘാലയ, ഓപ്ഷൻ സി സിക്കിം, ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്. അത് ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ് ആണ് കേട്ടോ. ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത് അരുണാചൽ പ്രദേശുമായിട്ടാണ്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. ഈ വിഷയത്തെ കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏത്? 1ാമത്തെ പ്രസ്താവന, സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956 നിലവിൽ വന്നു. 2ാമത്തെ പ്രസ്താവന, MN കുൻസ്രു ആയിരുന്നു ഇതിന്റെ അധ്യക്ഷൻ. 3ാമത്തെ പ്രസ്താവന, മലയാളിയായ KM പണിക്കർ ഇതിൽ അംഗമായിരുന്നു. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി 2 മാത്രമാണ് ശരിയല്ലാത്ത പ്രസ്താവന. ഇനി ശരിയായിട്ടുള്ളത് നോക്കാം. സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956 നിലവിൽ വന്നത്. മലയാളിയായ KM പണിക്കർ അതിൽ ഒരു അംഗമായിരുന്നു. ഇനി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? അത് ഫസൽ അലിയാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റ് അംഗങ്ങളായിരുന്നു HN കുൻസ്രു, KM പണിക്കര്. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ, മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കാണ്ട്ല, മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏത്? ഒന്നുകൂടെ വായിക്കാം. മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കാണ്ട്ല, മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏത്? ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി മധുര, ഓപ്ഷൻ സി കാണ്ട്ല, ഓപ്ഷൻ ഡി ചെന്നൈ. അത് ഓപ്ഷൻ ബി മധുരയാണ് കേട്ടോ. കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്ന് വെച്ചാല് അത് മധുരയാണ്. ബാക്കിയെല്ലാം എന്താണ്? ബാക്കിയെല്ലാം മുംബൈ, കൊച്ചി, ചെന്നൈ, കാണ്ട്ല, മംഗലാപുരം തുടങ്ങിയവയെല്ലാം ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ ആസ്ഥാനങ്ങളാണ് കേട്ടോ.
ഇനി കാണ്ട്ല തുറമുഖം, ദീൻദയാൽ തുറമുഖം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ദീൻദയാൽ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ഗുജറാത്ത് ആണ് കേട്ടോ. ദീൻദയാൽ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് ആണ് കേട്ടോ. ഇന്ത്യയിലെ അഥവാ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖല ഏതാണെന്ന് വെച്ചാൽ അത് ദീൻദയാൽ പോർട്ടാണ് കേട്ടോ. ദീൻദയാൽ പോർട്ടിന്റെ പഴയ പേരാണ് കാണ്ട്ല തുറമുഖം. എന്താണ്? ദീൻദയാൽ തുറമുഖത്തിന്റെ പഴയ പേര് ഏതാണെന്ന് വെച്ചാൽ അത് കാണ്ട്ല തുറമുഖമാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ ഫ്രീ ട്രേഡ് പോർട്ട് ഏതാണെന്ന് വെച്ചാല് അത് കാണ്ട്ലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രീ ട്രേഡ് പോർട്ട് ഏതാണെന്ന് വെച്ചാല് ദീൻദയാൽ തുറമുഖം അഥവാ കാണ്ട്ല. ഇനി ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? അത് കാണ്ട്ലയാണ് കേട്ടോ. ഇനി കൊച്ചി തുറമുഖം. കൊച്ചി തുറമുഖം നിലവിൽ വന്നത് എന്നാണ്? കൊച്ചി തുറമുഖം നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 1928 മെയ് 26-നാണ് കേട്ടോ. കൊച്ചി തുറമുഖം നിലവിൽ വന്നത് 1928 മെയ് 26-നാണ്. ഇനി കൊച്ചി തുറമുഖത്തിന്റെ ശില്പി ആരാണ്? കൊച്ചി തുറമുഖത്തിന്റെ ശില്പി അത് റോബർട്ട് ബ്രിസ്റ്റോ ആണ് കേട്ടോ. കൊച്ചി തുറമുഖത്തിന്റെ ശില്പി ആരാണെന്ന് ചോദിച്ചാല് അത് റോബർട്ട് ബ്രിസ്റ്റോ ആണ്. കേരളത്തിലെ ഏക മേജർ തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? കേരളത്തിലെ ആദ്യ മേജർ തുറമുഖം അത് കൊച്ചി തുറമുഖമാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം, ഇന്ത്യയിലെ ആദ്യത്തെ ഈ പോർട്ട്, ഇതൊക്കെ ഏതാണ്? കൊച്ചി തുറമുഖമാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ഈ പോർട്ട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം, ഇതൊക്കെ ചോദിച്ചാല് കൊച്ചി തുറമുഖമാണ്. ഇനി ചെന്നൈ തുറമുഖം നോക്കാം. ഇന്ത്യയില് വലിപ്പത്തിൽ 2-ാം സ്ഥാനത്തുള്ള തുറമുഖമാണ് ചെന്നൈ തുറമുഖം കേട്ടോ. ഇന്ത്യയില് വലിപ്പത്തിൽ 2-ാം സ്ഥാനത്തുള്ള തുറമുഖം ഏതാണെന്ന് ചോദിച്ചാല് അത് ചെന്നൈ തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ കൃത്രിമ തുറമുഖം ഏതാണെന്ന് വെച്ചാൽ അതും ചെന്നൈ തുറമുഖമാണ് കേട്ടോ. 1-ാം ലോക മഹായുദ്ധത്തിൽ ആക്രമണം നേരിട്ട ഒരേ ഒരു ഇന്ത്യൻ തുറമുഖമാണ് ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണെന്ന് വെച്ചാൽ അത് ചെന്നൈ തുറമുഖമാണ്. ഒന്നുകൂടെ പറയാം. ഇന്ത്യയിൽ വലിപ്പത്തിൽ 2-ാം സ്ഥാനത്തുള്ള തുറമുഖം, ഇന്ത്യയിലെ ഏറ്റവും പഴയ കൃത്രിമ തുറമുഖം, 1-ാം ലോക മഹായുദ്ധത്തിൽ ആക്രമണം നേരിട്ട ഒരേ ഒരു ഇന്ത്യൻ തുറമുഖം, ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണെന്ന് ചോദിച്ചാല് അത് ചെന്നൈ തുറമുഖമാണ് കേട്ടോ. ഇനി 22-ാമത്തെ ക്വസ്റ്റ്യൻ. പക്രാനങ്കൽ അണക്കെട്ടിന്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? 1-ാമത്തെ പ്രസ്താവന വൈദ്യുതോൽപാദനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചത്. 2-ാമത്തെ പ്രസ്താവന സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു. 3-ാമത്തെ പ്രസ്താവന ജലസേചനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചത്. 4-ാമത്തെ പ്രസ്താവന വിവിധോദ്ദേശ പദ്ധതി. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉം മാത്രമാണ് കേട്ടോ. പക്രാനങ്കൽ അണക്കെട്ടിന്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാല് അത് സത്ലജ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു വിവിധോദ്ദേശ പദ്ധതിയാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് പക്രാനങ്കൽ. ഇനി പക്രാനങ്കൽ അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടതിലൂടെ രൂപം കൊണ്ട തടാകം ഏതാണ്? അത് ഗോവിന്ദ് സാഗർ ആണ് കേട്ടോ. ഗോവിന്ദ് സാഗർ. പക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ് കേട്ടോ. ഇനി 23-ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 24-ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏത്? ഓപ്ഷൻ എ അധ്യാപക പുരസ്കാരം, ഓപ്ഷൻ ബി ധന്വന്തരി പുരസ്കാരം, ഓപ്ഷൻ സി ജീവൻ രക്ഷാ പതക്, ഓപ്ഷൻ ഡി പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാർ. താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏത്? അത് ഓപ്ഷൻ സി ജീവൻ രക്ഷാ പതകാണ് കേട്ടോ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏതാണെന്ന് വെച്ചാൽ ജീവൻ രക്ഷാ പതക്. ഇനി 25-ാമത്തെ ക്വസ്റ്റ്യൻ. നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ഗംഗ, ഓപ്ഷൻ ബി കാവേരി, ഓപ്ഷൻ സി കൃഷ്ണ, ഓപ്ഷൻ ഡി ഗോദാവരി. അത് ഓപ്ഷൻ ഡി ഗോദാവരിയാണ്. നിസാം സാഗർ നദീതട പദ്ധതി ഗോദാവരി നദിയിലാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 2-ാമത്തെ നദിയാണ് ഗോദാവരി കേട്ടോ. പൂർണ്ണമായും ഇന്ത്യയിൽ കൂടി ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? അത് ഗോദാവരിയാണ്. എന്താണ്? ഇന്ത്യയുടെ ഏറ്റവും നീളം കൂടിയ 2-ാമത്തെ നദിയാണ് ഗോദാവരി. പൂർണ്ണമായും ഇന്ത്യയിൽ കൂടി ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ അതും ഗോദാവരിയാണ്. ആന്ധ്രയുടെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ് കേട്ടോ. 26-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ്? ഓപ്ഷൻ എ വിശാഖപട്ടണം, ഓപ്ഷൻ ബി കൊച്ചി, ഓപ്ഷൻ സി തൂത്തുക്കുടി, ഓപ്ഷൻ ഡി കൃഷ്ണപട്ടണം. അത് ഓപ്ഷൻ സി തൂത്തുക്കുടിയാണ് കേട്ടോ. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണെന്ന് ചോദിച്ചാല് അത് തൂത്തുക്കുടിയാണ്. ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം അത് തൂത്തുക്കുടി തുറമുഖമാണ് കേട്ടോ. ഇനി ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള മേജർ തുറമുഖമായ തൂത്തുക്കുടി തുറമുഖത്തിന്റെ പുതിയ പേരെന്താണ്? തൂത്തുക്കുടി തുറമുഖത്തിന്റെ പുതിയ പേര് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് വിഒ ചിദംബരനാർ തുറമുഖമാണ് കേട്ടോ. ഇനി ഏറ്റവും കൂടുതൽ ഉപ്പ് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? ഏറ്റവും കൂടുതൽ ഉപ്പ് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? അത് തൂത്തുക്കുടിയാണ് കേട്ടോ.
ഇനി തൂത്തുക്കുടി തുറമുഖത്തിന് മേജർ തുറമുഖ പദവി ലഭിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാല് അത് 1974 അപ്പം ഒന്നുകൂടെ പറയാം, തൂത്തുക്കുടി തുറമുഖത്തിന് മേജർ തുറമുഖ പദവി ലഭിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാല് അത് 1974. 1974. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ, ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏത്? ഓപ്ഷൻ എ ചോട്ടാ നാഗ്പൂർ, ഓപ്ഷൻ ബി ഡെക്കാൻ പീഠഭൂമി, ഓപ്ഷൻ സി മാൾവ പീഠഭൂമി, ഓപ്ഷൻ ഡി കച്ച് പീഠഭൂമി. അത് ഓപ്ഷൻ ബി ഡെക്കാൻ പീഠഭൂമിയാണ് കേട്ടോ. ദക്ഷിൺ എന്ന സംസ്കൃതത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏതാണെന്ന് ചോദിച്ചാല് അത് ഡെക്കാൻ പീഠഭൂമിയാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡെക്കാൻ പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ത്രികോണ ആകൃതിയാണ് കേട്ടോ. ഇനി ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായ പീഠഭൂമി ഏതാണെന്ന് വെച്ചാൽ അത് ഡെക്കാൻ പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമിയിൽ ധാരാളമായി കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? അത് കറുത്ത മണ്ണാണ് കേട്ടോ. ഡെക്കാൻ പീഠഭൂമിക്ക് കിഴക്കായിട്ട് പൂർവ്വഘട്ടവും പടിഞ്ഞാറ് പശ്ചിമഘട്ടവും സ്ഥിതി ചെയ്യുന്നു. എന്താണ്? ഡെക്കാൻ പീഠഭൂമിക്ക് കിഴക്കായി പൂർവ്വഘട്ടവും പടിഞ്ഞാറ് പശ്ചിമഘട്ടവും സ്ഥിതി ചെയ്യുന്നു. ഇനി മാൾവ പീഠഭൂമി വിന്ധ്യ മലനിരകൾക്കും ആരവല്ലി നിരകൾക്കും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? വിന്ധ്യ മലനിരകൾക്കും ആരവല്ലി മലനിരകൾക്കും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? അത് മാൾവ പീഠഭൂമിയാണ് കേട്ടോ. ഇനി മാൾവ പീഠഭൂമിയുടെ പ്രധാന പ്രദേശങ്ങളിലേറെയും ഉൾപ്പെട്ടിരിക്കുന്ന സംസ്ഥാനം ഏതാണ്? മാൾവ പീഠഭൂമിയുടെ പ്രധാന പ്രദേശങ്ങളിലേറെയും ഉൾപ്പെട്ടിരിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശ് ആണ് കേട്ടോ. മധ്യമേടുകളുടെ ഭൂരിഭാഗവും മാൾവ പീഠഭൂമിയുടെ ഭാഗമാണ്. മധ്യമേടുകളുടെ ഭൂരിഭാഗവും മാൾവ പീഠഭൂമിയുടെ ഭാഗമാണ് കേട്ടോ. ഇനി ചോട്ടാ നാഗ്പൂർ പീഠഭൂമി മധ്യ പുൽമേടുകളുടെ കിഴക്കൻ പ്രദേശത്ത് ഉൾപ്പെടുന്ന പീഠഭൂമിയാണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്ന് പറയുന്നത്. മധ്യ പുൽമേടുകളുടെ കിഴക്കൻ പ്രദേശത്ത് ഉൾപ്പെട്ടിരിക്കുന്ന പീഠഭൂമി ഏതാണെന്ന് ചോദിച്ചാൽ അത് ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണെന്ന് വെച്ചാൽ അത് ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് കേട്ടോ. ഇനി ചോട്ടാ നാഗ്പൂർ പീഠഭൂമി വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അത് ജാർഖണ്ഡ് ഉണ്ട്, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഒഡീഷ, ഛത്തീസ്ഗഡ്. ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഒഡീഷ, ഛത്തീസ്ഗഡ്. ഇനി ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാല് അത് പരേഷ്നാഥ് ആണ് കേട്ടോ. പരേഷ്നാഥ്. ഇനി ചോദിക്കാം, ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? അത് ദാമോദർ നദിയാണ് കേട്ടോ. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഓപ്ഷൻ എ ബാരാലച്ചാല ചുരം, ഓപ്ഷൻ ബി നാഥുല ചുരം, ഓപ്ഷൻ സി റോഹ്താങ് ചുരം, ഓപ്ഷൻ ഡി ബനിഹാൽ ചുരം. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ബാരാലച്ചാല ചുരമാണ് കേട്ടോ. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണെന്ന് വെച്ചാല് അത് ബാരാലച്ചാല ചുരം. ഇനി സോജില ചുരം. സോജില ചുരം ബന്ധിപ്പിക്കുന്നത് എവിടെ മുതൽ എവിടം വരെയാണ്? അത് ശ്രീനഗർ ടു കാർഗിൽ ആണ് കേട്ടോ. ശ്രീനഗർ ടു കാർഗിൽ. ഇനി ബനിഹാൾ ചുരം. ബനിഹാൾ ചുരം ബന്ധിപ്പിക്കുന്നത് ജമ്മു ടു ശ്രീനഗർ. ഇനി ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശ് ടു ടിബറ്റ് ആണ് കേട്ടോ. ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശ് ടു ടിബറ്റ്. ഇനി നാഥുല ചുരം എവിടെ തൊട്ട് എവിടം വരെയാണ്? സിക്കിം മുതൽ ടിബറ്റ് വരെയാണ് കേട്ടോ. നാഥുല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിം, ടിബറ്റ്. ഇനി ലിബുലേക്ക് ചുരം. ലിബുലേക്ക് ചുരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡ്, ടിബറ്റ് ആണ്. ലിബുലേക്ക് ചുരം ഉത്തരാഖണ്ഡ്, ടിബറ്റ് ആണ് കേട്ടോ. ബോംഡില ചുരം അരുണാചൽ പ്രദേശ്, ടിബറ്റ്. ബോംഡില ചുരം അരുണാചൽ പ്രദേശ്, ടിബറ്റ്. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം, ഓപ്ഷൻ ബി 68 ഡിഗ്രി കിഴക്കൻ രേഖാംശം, ഓപ്ഷൻ സി 84.5 ഡിഗ്രി പൂർവ്വ രേഖാംശം, ഓപ്ഷൻ ഡി 90 ഡിഗ്രി പൂർവ്വ രേഖാംശം. അത് ഓപ്ഷൻ എ 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശമാണ്. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 31ാമത്തെ ക്വസ്റ്റ്യനും ക്യാൻസൽ ആണ്. ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ പള്ളിവാസൽ, ഓപ്ഷൻ ബി ശബരിഗിരി, ഓപ്ഷൻ ഡി മുതിരമ്പുഴ. അത് ഓപ്ഷൻ എ പള്ളിവാസലാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് പള്ളിവാസലാണ്. ഇനി പള്ളിവാസൽ കമ്മീഷൻ ചെയ്യപ്പെട്ട വർഷം എന്നാണ്? പള്ളിവാസൽ കമ്മീഷൻ ചെയ്യപ്പെട്ട വർഷം എന്നാണെന്ന് ചോദിച്ചാൽ അത് 1940 ആണ്. പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്ന പെരിയാറിന്റെ പോഷക നദി ഏതാണ്? അത് മുതിരമ്പുഴയാണ് കേട്ടോ. പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അത് ഇടുക്കി ജില്ലയാണ്. ഇനി പള്ളിവാസലിൽ സ്വകാര്യ ആവശ്യത്തിനായി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കമ്പനി ഏതാണ്? പള്ളിവാസലിൽ സ്വകാര്യ ആവശ്യത്തിനായി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കമ്പനി ഏതാണെന്ന് ചോദിച്ചാല് അത് കണ്ണൻ ദേവൻ കമ്പനിയാണ് കേട്ടോ. കണ്ണൻ ദേവൻ കമ്പനി.
ഇനി 33-ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ്? ഓപ്ഷൻ എ പള്ളിക്കര, ഓപ്ഷൻ ബി കാസർഗോഡ്, ഓപ്ഷൻ സി നിറമൻകര, ഓപ്ഷൻ ഡി സുൽത്താൻ ബത്തേരി. അത് ഓപ്ഷൻ എ പള്ളിക്കരയാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ് എന്ന് ചോദിച്ചാല് അത് പള്ളിക്കരയാണ്. പള്ളിക്കര. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണെന്ന് ചോദിച്ചാല് അത് ബേക്കൽ കോട്ടയാണ്. ബേക്കൽ കോട്ട കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കില്, പള്ളിക്കര പഞ്ചായത്ത്. ഇനി ബേക്കൽ കോട്ടയുടെ നിർമ്മാണം നടത്തിയ ഭരണാധികാരി ആരാണ്? അത് ശിവപ്പ നായ്ക്കരാണ് കേട്ടോ. ബേക്കൽ കോട്ടയുടെ നിർമ്മാണം നടത്തിയ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാല് ശിവപ്പ നായ്ക്കരാണ് കേട്ടോ. ഇനി 34-ാമത്തെ ക്വസ്റ്റ്യൻ. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ഗുരുവായൂർ സത്യാഗ്രഹം, ഓപ്ഷൻ ബി ചാന്നാർ ലഹള, ഓപ്ഷൻ സി പൂക്കോട്ടൂർ ലഹള, ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം. അത് ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹമാണ് കേട്ടോ. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചാൽ അത് വൈക്കം സത്യാഗ്രഹമാണ് 1924. ഇനി 35-ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപാദനത്തിനാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനമുള്ളത്? ഓപ്ഷൻ എ കാപ്പി, ഓപ്ഷൻ ബി തേയില, ഓപ്ഷൻ സി കരിമ്പ്, ഓപ്ഷൻ ഡി പരുത്തി. അത് ഓപ്ഷൻ എ കാപ്പിയാണ് കേട്ടോ. സംസ്ഥാന അടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനം കാപ്പിക്കാണ്. 36-ാമത്തെ ക്വസ്റ്റ്യൻ. 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? ഓപ്ഷൻ എ തൃശ്ശൂര്, ഓപ്ഷൻ ബി കൊല്ലം, ഓപ്ഷൻ സി ആലപ്പുഴ, ഓപ്ഷൻ ഡി കണ്ണൂര്. 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? അത് ഓപ്ഷൻ സി ആലപ്പുഴയാണ് കേട്ടോ. 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത് എന്ന് ചോദിച്ചാല് അത് ആലപ്പുഴയാണ്. ഇനി 37-ാമത്തെ ക്വസ്റ്റ്യൻ. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ്? ഓപ്ഷൻ എ 1.25 കോടി മലയാളികൾ, ഓപ്ഷൻ ബി ഇന്ത്യയെ കണ്ടെത്തൽ, ഓപ്ഷൻ സി പശ്ചിമോദയം, ഓപ്ഷൻ ഡി സംക്ഷേപ വേദാർത്ഥം. അത് ഓപ്ഷൻ എ 1.25 കോടി മലയാളികളാണ് കേട്ടോ. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാല് 1.25 കോടി മലയാളികൾ. ഇനി ഇന്ത്യയെ കണ്ടെത്തൽ, അത് ആരുടെ ബുക്കാണ്? ഇന്ത്യയെ കണ്ടെത്തൽ ആരുടെ കൃതിയാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ഇനി പൂർണ്ണമായും മലയാള ലിപിയിൽ പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി ഏതാണ്? പൂർണ്ണമായും മലയാള ലിപിയിൽ പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി ഏതാണ്? അത് സംക്ഷേപ വേദാർത്ഥമാണ്. സംക്ഷേപ വേദാർത്ഥം. ഇനി 38-ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ആനമുടിയെ കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏതാണ്? ഓപ്ഷൻ എ ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി. ബി പറയുന്നു ഇരവികുളം ദേശീയോദ്യാനം ഉൾപ്പെടുന്ന പ്രദേശം. ഓപ്ഷൻ സി കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഓപ്ഷൻ ഡി പറയുന്നു ഏകദേശം 2695 മീറ്റർ ഉയരം. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള പരാമർശമാണ്. അപ്പം ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി, ഇരവികുളം ദേശീയോദ്യാനം ഉൾപ്പെടുന്ന പ്രദേശം, ഏകദേശം 2695 മീറ്റർ ഉയരം. ഇനി പശ്ചിമഘട്ട മലനിരയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി എന്ന് പറയുന്നത് കേട്ടോ. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാല് അത് ആനമുടിയാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ആനമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഇനി ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അത് ഇടുക്കിയാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാല് അത് ഇടുക്കിയാണ്. മൂന്നാർ പഞ്ചായത്ത്, ദേവികുളം താലൂക്ക് കേട്ടോ. മൂന്നാർ പഞ്ചായത്ത്, ദേവികുളം താലൂക്ക്. ഇനി ആനമല, പളനിമല, ഏലമല എന്നിവ സംഗമിക്കുന്നത് ആനമുടിയിലാണ് കേട്ടോ. ആനമല, ഏലമല, പളനിമല എന്നിവ സംഗമിക്കുന്നത് അത് ആനമുടിയാണ്. ഇനി ആനമുടിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നത് ആനമലയാണ് കേട്ടോ. ആനമുടിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നത് ആനമല. ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണെന്ന് ചോദിച്ചാൽ അത് പളനിമലയാണ് കേട്ടോ. ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണെന്ന് ചോദിച്ചാൽ അത് പളനിമലയാണ്. ഈ ആനമുടിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണെന്ന് ചോദിച്ചാല് അത് ഏലമലയാണ് കേട്ടോ. ഇനി ആനമലയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രം ഏതാണ്? ആനമലയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാല് അത് നീലഗിരിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ഓപ്ഷൻ എ കോതമംഗലം, ഓപ്ഷൻ ബി തലശ്ശേരി, ഓപ്ഷൻ സി പയ്യന്നൂര്, ഓപ്ഷൻ ഡി അരുവിക്കര.
അത് ഓപ്ഷൻ എ കോതമംഗലമാണ് കേട്ടോ. കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണെന്ന് ചോദിച്ചാൽ അത് കോതമംഗലമാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം ആരംഭിക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാല് അത് തലശ്ശേരിയാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം ആരംഭിക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് തലശ്ശേരിയാണ്, തലശ്ശേരി. ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ, 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ബ്രസീല്, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി ഫ്രാൻസ്, ഓപ്ഷൻ ഡി ദക്ഷിണാഫ്രിക്ക. അത് ഓപ്ഷൻ ഡി ദക്ഷിണാഫ്രിക്കയാണ് കേട്ടോ. ഇനി 2025 G20 ഉച്ചകോടിയുടെ വേദിയാണ് ജോഹന്നാസ്ബർഗ്, ദക്ഷിണാഫ്രിക്ക. 2025 G20 ഉച്ചകോടിയുടെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാല് ഐക്യദാർഢ്യം, സമത്വം, സുസ്ഥിരത കേട്ടോ. ഐക്യദാർഢ്യം, സമത്വം, സുസ്ഥിരത. ഇനി 41ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ എ വി അബ്ദുൾ റഹ്മാൻ, ഓപ്ഷൻ ബി പി രാജീവ്, ഓപ്ഷൻ സി AK ശശീന്ദ്രൻ, ഓപ്ഷൻ ഡി GR അനിൽ. അത് ഓപ്ഷൻ എ വി അബ്ദുൾ റഹ്മാൻ ആണ് കേട്ടോ. കേരളത്തിന്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാല് വി അബ്ദുൾ റഹ്മാൻ ആണ്. ഇനി 42ാമത്തെ ക്വസ്റ്റ്യൻ, ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? ഓപ്ഷൻ എ HDFC, ഓപ്ഷൻ ബി ICICI, ഓപ്ഷൻ സി IDFC, ഓപ്ഷൻ ഡി IDBI. അത് ഓപ്ഷൻ എ HDFC ആണ് കേട്ടോ. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് HDFC ആണ്. ഇനി 43ാമത്തെ ക്വസ്റ്റ്യൻ, 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ? ഓപ്ഷൻ എ ദിലീപ്, ഓപ്ഷൻ ബി പൃഥ്വിരാജ്, മോഹൻലാൽ. അത് ഓപ്ഷൻ ബി പൃഥ്വിരാജ്. 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ ഏതാണെന്ന് ചോദിച്ചാല് അത് പൃഥ്വിരാജ് ആണ്. ഏത് സിനിമയ്ക്കാണെന്ന് വെച്ചാൽ അത് ആടുജീവിതമാണ് കേട്ടോ. മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആടുജീവിതം എന്ന സിനിമയ്ക്കാണ്. ഇനി മികച്ച നടി ചോദിച്ചാല് ഉർവശി. രണ്ടുപേരുണ്ട്, ഉർവശിയും ബീന ആർ നായരും ഉണ്ട് കേട്ടോ. ഉർവശി സിനിമ ചോദിച്ചാല് ഉള്ളൊഴുക്ക്, ബീന ആർ നായർ തടവ്. ഇനി മികച്ച സംവിധായകനാണ് ബ്ലസി. മികച്ച സംവിധായകൻ ബ്ലസി, ആടുജീവിതം എന്ന സിനിമ. ഇനി മികച്ച ചിത്രം ഏതാണെന്ന് ചോദിച്ചാല് കാതൽ ദി കോർ കേട്ടോ. മികച്ച ചിത്രം കാതൽ ദി കോർ. 44ാമത്തെ ക്വസ്റ്റ്യൻ, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി സ്വർണ്ണ മെഡൽ നേടിയ പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സ് എത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ്. ആരാണ് അദ്ദേഹം? ഓപ്ഷൻ എ ആൻഡേഴ്സൺ പീറ്റേഴ്സ്, ഓപ്ഷൻ ബി ജൂലിയൻ വെബർ, ഓപ്ഷൻ സി അർഷാദ് നദീം, ഓപ്ഷൻ ഡി ജാൻ സെലേസ്നി. അത് ഓപ്ഷൻ സി അർഷാദ് നദീം ആണ് കേട്ടോ. അർഷാദ് നദീം. ഇനി 45ാമത്തെ ക്വസ്റ്റ്യൻ, ലോക നാട്ടറിവ് ദിനം? ഓപ്ഷൻ എ ഓഗസ്റ്റ് 22, ഓപ്ഷൻ ബി ഓഗസ്റ്റ് 24, ഓപ്ഷൻ സി ഓഗസ്റ്റ് 23, ഓപ്ഷൻ ഡി ഓഗസ്റ്റ് 21. അത് ഓപ്ഷൻ എ ഓഗസ്റ്റ് 22 ആണ് കേട്ടോ. ലോക നാട്ടറിവ് ദിനം എന്നാണെന്ന് ചോദിച്ചാല് ഓഗസ്റ്റ് 22. ഇനി ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്? ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കപ്പെടുന്നത് ഓഗസ്റ്റ് 23 കേട്ടോ. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. ഇനി 46ാമത്തെ ക്വസ്റ്റ്യൻ, ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ്? ഓപ്ഷൻ എ റോട്ട വൈറസ്, ഓപ്ഷൻ ബി ഇൻഫ്ലുവൻസ വൈറസുകൾ, ഓപ്ഷൻ സി ഡെങ്കി വൈറസ്, ഓപ്ഷൻ ഡി HIV. അത് ഓപ്ഷൻ സി ഡെങ്കി വൈറസ് ആണ് കേട്ടോ. ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണെന്ന് ചോദിച്ചാൽ അത് ഡെങ്കി വൈറസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 47ാമത്തെ ക്വസ്റ്റ്യൻ, 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹേമറിനാണ്. മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയതാര്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹേമറിനാണ്. മികച്ച നടനുള്ള പുരസ്കാരം നേടിയതാര്? ഓപ്ഷൻ എ റോബർട്ട് ഡൗണി ജൂനിയർ, ഓപ്ഷൻ ബി കിലിയൻ മർഫി, ഓപ്ഷൻ സി ടോം ഹോളണ്ട്, ഓപ്ഷൻ ഡി ജിമ്മി കമ്മൽ. അത് ഓപ്ഷൻ ബി കിലിയൻ മർഫി ആണ് കേട്ടോ. 96ാം ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 96ാം ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അത് എമ്മ സ്റ്റോൺ ആണ് കേട്ടോ. ചിത്രം ചോദിച്ചാൽ പൂവർ തിങ്സ്. ഇനി 48ാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാം പിണറായി സർക്കാരിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് OR കേളു. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? ഓപ്ഷൻ എ സുൽത്താൻ ബത്തേരി, ഓപ്ഷൻ ബി കൽപ്പറ്റ,
ഓപ്ഷൻ സി മാനന്തവാടി, ഓപ്ഷൻ ഡി വണ്ടൂർ. അത് ഓപ്ഷൻ സി മാനന്തവാടിയാണ് കേട്ടോ. രണ്ടാം പിണറായി സർക്കാരിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണെന്ന് ചോദിച്ചാൽ മാനന്തവാടിയാണ്. ഇനി വീണ ജോർജ് ഏത് മണ്ഡലത്തിലാണ്? വീണ ജോർജ് അത് ആറന്മുളയാണ് കേട്ടോ. വീണ ജോർജ് ആറന്മുളയാണ്. ഇനി സജി ചെറിയാൻ ഏത് മണ്ഡലത്തിൽ നിന്നുള്ളതാണ്? അത് ചെങ്ങന്നൂരാണ് കേട്ടോ. സജി ചെറിയാൻ ചെങ്ങന്നൂര്. ടി പ്രസാദ് ഏത് മണ്ഡലത്തിൽ നിന്നുള്ളതാണെന്ന് ചോദിച്ചാൽ അത് ചേർത്തലയാണ് കേട്ടോ. ചേർത്തല. 49ാമത്തെ ക്വസ്റ്റ്യൻ, 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിന്റെ കൃതി. ഓപ്ഷൻ എ അൽഗോരിതങ്ങളുടെ നാട്, ഓപ്ഷൻ ബി മീശക്കള്ളൻ, ഓപ്ഷൻ സി ഉൽക്കകൾ, ഓപ്ഷൻ ഡി ഉറ്റവർ. അത് ഓപ്ഷൻ എ അൽഗോരിതങ്ങളുടെ നാടാണ് കേട്ടോ. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിന്റെ കൃതിയാണ് അൽഗോരിതങ്ങളുടെ നാട്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ ബാലസാഹിത്യ പുരസ്കാരം ആർക്കൊക്കെയാണ് ലഭിച്ചതെന്ന് ചോദിച്ചാല് അഖിൽ പി ധർമ്മജനും ബാലസാഹിത്യ പുരസ്കാരം ശ്രീജിത്ത് മൂത്തേടത്തിനുമാണ് കേട്ടോ. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ ബാലസാഹിത്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. യുവ പുരസ്കാരം അഖിൽ പി ധർമ്മജനും ബാലസാഹിത്യ പുരസ്കാരം ശ്രീജിത്ത് മൂത്തേടത്തിനുമാണ്. ഇനി അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിനും ശ്രീജിത്ത് മൂത്തേടത്തിന്റെ പെൻഗിനുകളുടെ വൻകരയിൽ എന്ന നോവലിനുമാണ് അവാർഡ് കേട്ടോ. 50,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഒന്നുകൂടെ പറയാം, 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ ബാലസാഹിത്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. യുവ പുരസ്കാരം അഖിൽ പി ധർമ്മജനും ബാലസാഹിത്യ പുരസ്കാരം ശ്രീജിത്ത് മൂത്തേടത്തിനുമാണ്. അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിനും ശ്രീജിത്ത് മൂത്തേടത്തിന്റെ പെൻഗിനുകളുടെ വൻകരയിൽ എന്ന നോവലിനുമാണ് കേട്ടോ. ഇനി 50ാമത്തെ ക്വസ്റ്റ്യൻ, 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ. ഓപ്ഷൻ എ ബ്രസീൽ, ഓപ്ഷൻ ബി കൊളംബിയ, ഓപ്ഷൻ സി കാനഡ, ഓപ്ഷൻ ഡി അർജന്റീന. അത് ഓപ്ഷൻ ഡി അർജന്റീനയാണ് കേട്ടോ. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആരാണെന്ന് ചോദിച്ചാൽ അത് അർജന്റീനയാണ്. ഇനി 2024 കോപ്പ അമേരിക്ക ഫുട്ബോളിന് വേദി ആയത് എവിടെയാണ്? 2024 കോപ്പ അമേരിക്ക ഫുട്ബോളിന് വേദി ആയത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയാണ് കേട്ടോ. അമേരിക്ക. ഫൈനലിൽ മാറ്റുരച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് അർജന്റീനയും കൊളംബിയയാണ് കേട്ടോ. ഫൈനലിൽ മാറ്റുരച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് അർജന്റീനയും കൊളംബിയയും. ഇനി ടൂർണമെന്റിലെ മികച്ച താരം ഏതാണെന്ന് ചോദിച്ചാൽ ജെയിംസ് റോഡ്രിഗസ് ആണ് കേട്ടോ. ജെയിംസ് റോഡ്രിഗസ്. ഇനി ഗോൾഡൻ ഗ്ലൗ ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ എമിലിയാനോ മാർട്ടിനസ്. ഗോൾഡൻ ഗ്ലൗ ലഭിച്ചത് എമിലിയാനോ മാർട്ടിനസ് കേട്ടോ. ഗോൾഡൻ ബൂട്ട് ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് ലൗട്ടാരോ മാർട്ടിനസ് ആണ് കേട്ടോ. ഗോൾഡൻ ബൂട്ട് ലഭിച്ചത് ലൗട്ടാരോ മാർട്ടിനസ്. ഇത് അർജന്റീനയുടെ 16ാമത്തെ കിരീടമാണ് കേട്ടോ. ഇനി ചോദിക്കാം, 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ മത്സരത്തിലെ ഔദ്യോഗിക പന്ത് ഏതാണെന്ന് ചോദിക്കാം കേട്ടോ. അത് കുംബ്രയാണ് കേട്ടോ. കുംബ്രെ. ഇനി 51ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് ഇംപ്ലാന്റ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി. ഓപ്ഷൻ എ ന്യൂറാലിങ്ക്, ഓപ്ഷൻ ബി മൈക്രോസോഫ്റ്റ്, ഓപ്ഷൻ സി എൻവിഡിയ, ഓപ്ഷൻ ഡി ആപ്പിൾ. അത് ഓപ്ഷൻ എ ന്യൂറാലിങ്ക് ആണ് കേട്ടോ. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി ഏതാണെന്ന് വെച്ചാൽ അത് ന്യൂറാലിങ്ക് ആണ്. ഇനി ചാറ്റ് GPT ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം ഏതാണ്? ചാറ്റ് GPT ബദലായിട്ട് ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗ്രോക്ക് ആണ് കേട്ടോ. ഗ്രോക്ക്. ഇനി ബഹിരാകാശ വാഹനങ്ങളും റോക്കറ്റുകളും വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2002 ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിൽ ആരംഭിച്ച സ്വകാര്യ കമ്പനി ഏതാണെന്ന് വെച്ചാൽ അത് സ്പേസ് എക്സ് ആണ് കേട്ടോ. ബഹിരാകാശ വാഹനങ്ങളും റോക്കറ്റുകളും വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2002 ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിൽ ആരംഭിച്ച സ്വകാര്യ കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്പേസ് എക്സ് ആണ് കേട്ടോ. ഇനി 52ാമത്തെ ക്വസ്റ്റ്യൻ, 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാനിന് നൽകിയ പേര്. ഓപ്ഷൻ എ അപ്പു, ഓപ്ഷൻ ബി ചിന്നു, ഓപ്ഷൻ സി നീലു, ഓപ്ഷൻ ഡി പൊന്നു. അത് ഓപ്ഷൻ സി നീലു ആണ് കേട്ടോ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാനിന് നൽകിയ ഏതാണെന്ന് ചോദിച്ചാൽ അത് നീലു ആണ് കേട്ടോ. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി 2025 കേട്ടോ. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി 2025 ഫസ്റ്റ് കിട്ടിയത് വിയാപുരം ആണ് കേട്ടോ. ഫസ്റ്റ് കിട്ടിയത് വിയാപുരം VBC കൈനകരി. വിയാപുരം VBC കൈനകരി. സെക്കൻഡ് നടുഭാഗം പുന്നമട ബോട്ട് ക്ലബ്ബ്. ഇനി തേർഡ് കിട്ടിയത് മേൽപ്പാടം കേട്ടോ. ഇനി അതിന്റെ ഭാഗ്യചിഹ്നം എന്താണെന്ന് ചോദിച്ചാല് അത് കളിവെള്ളം തുഴയുന്ന കാത്തു എന്ന കാക്കത്തമ്പുരാട്ടിയാണ് കേട്ടോ. ഭാഗ്യചിഹ്നം ചോദിച്ചാല് കളിവെള്ളം തുഴയുന്ന കാത്തു എന്ന കാക്കത്തമ്പുരാട്ടി. 1ാം സ്ഥാനം വിയാപുരം,
രണ്ടാം സ്ഥാനം നടുംഭാഗം, മൂന്നാം സ്ഥാനം മേൽപ്പാടം. ഭാഗ്യചിഹ്നം ചോദിച്ചാൽ കളിവള്ളം തുഴയുന്ന കാത്തു എന്ന കാക്കത്തമ്പുരാട്ടി. 53ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തെരഞ്ഞെടുത്ത് എഴുതുക. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ഉളിപ്പല്ല്, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ചർവണകം, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് കോമ്പല്ല്, നാലാമത് പറഞ്ഞിരിക്കുന്നത് അഗ്രചർവണകം. ഏതാണ് അത്? ഓപ്ഷൻ സി 2ഉം 4ഉം ആണ് കേട്ടോ. ചർവണകവും അഗ്രചർവണകവും. ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? ഉളിപ്പല്ലുകളുടെ എണ്ണം അത് 8 ആണ് കേട്ടോ. ഉളിപ്പല്ലുകൾ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാല് അത് 8 എണ്ണമാണ് കേട്ടോ. ആഹാര വസ്തുക്കള് കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാല് അത് ഉളിപ്പല്ലാണ് കേട്ടോ. ഇനി ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നത് കോമ്പല്ലാണ്. എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 4 ആണ് കേട്ടോ. കോമ്പല്ലുകളുടെ എണ്ണം 4. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. ഇനി അഗ്രചർവണകം 8 ആണ്. ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു കേട്ടോ. അഗ്രചർവണകം 8 എണ്ണം ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. ഇനി ചർവണകം ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. 54ാമത്തെ ക്വസ്റ്റ്യൻ, സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത്? ഓപ്ഷൻ എ വിറ്റാമിൻ എ, ഓപ്ഷൻ ബി വിറ്റാമിൻ സി, ഓപ്ഷൻ സി വിറ്റാമിൻ ബി, ഓപ്ഷൻ ഡി വിറ്റാമിൻ ഡി. അത് ഓപ്ഷൻ ഡി വിറ്റാമിൻ ഡി ആണ് കേട്ടോ. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാല് വിറ്റാമിൻ ഡി ആണ്. ഇനി 55ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി? ഓപ്ഷൻ എ വെണ്ട, ഓപ്ഷൻ ബി നെല്ല്, ഓപ്ഷൻ സി പയറ്, ഓപ്ഷൻ ഡി തെങ്ങ്. അത് ഏതാണ്? ഓപ്ഷൻ എ വെണ്ടയാണ് കേട്ടോ. സൽകീർത്തി എന്ന് പറയുന്നത് വെണ്ടയുടെ സങ്കര ഇനമാണ്. ഇനി ചോദിക്കാം, പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, ശബരി ഇതൊക്കെ എന്തിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിളയാണ്? അത് നെല്ലാണ് കേട്ടോ. നെല്ലിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിളകളാണ് പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. ഇനി ചോദിക്കാം, പയറിന്റെ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക ഇതൊക്കെ എന്തിന്റെയാണ്? പയറിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് കേട്ടോ. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക എന്നൊക്കെ പറയുന്നത് പയറിന്റെയാണ്. ഇനി പ്രിയ, പ്രിയങ്ക, പ്രീതി ഇതൊക്കെ ഏതിന്റെയാണ്? പ്രിയ, പ്രിയങ്ക, പ്രീതി ഇതൊക്കെ പാവലിന്റെ ആണ് കേട്ടോ. ഇനി കിരൺ, അർക്ക, അനാമിക ഇവയൊക്കെ എന്താണ്? വെണ്ടയുടെ സങ്കര ഇനങ്ങളാണ്. കിരൺ, അർക്ക, അനാമിക വെണ്ടയുടെ സങ്കര ഇനങ്ങളാണ് കേട്ടോ. ഇനി 56ാമത്തെ ക്വസ്റ്റ്യൻ, വന അവകാശ നിയമം നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ എ 2007, ഓപ്ഷൻ ബി 2006, ഓപ്ഷൻ സി 2005, ഓപ്ഷൻ ഡി 2008. അത് ഓപ്ഷൻ ബി 2006 ആണ് കേട്ടോ. വന അവകാശ നിയമം നിലവിൽ വന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാല് 2006 ആണ് കേട്ടോ. ഇനി 57ാമത്തെ ക്വസ്റ്റ്യൻ, സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏത്? ഓപ്ഷൻ എ 1980, ഓപ്ഷൻ ബി 1984, ഓപ്ഷൻ സി 1988, ഓപ്ഷൻ ഡി 1986. സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാല് അത് ഓപ്ഷൻ ബി 1984 ആണ് കേട്ടോ. 1984. ഇനി കേരളത്തിലെ രണ്ടാമത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? കേരളത്തിലെ രണ്ടാമത്തെ ദേശീയ ഉദ്യാനം അത് സൈലന്റ് വാലിയാണ് കേട്ടോ. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയ ഉദ്യാനം ഏതാണെന്ന് വെച്ചാല് സൈലന്റ് വാലിയാണ്. കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാട്, കേരളത്തിലെ ഏക കന്യാവനം, കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഇതൊക്കെ ചോദിച്ചാൽ ഏതാണ്? സൈലന്റ് വാലിയാണ് കേട്ടോ. കേരളത്തിലെ ഏക കന്യാവനം, കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട്. ഇനി ചോദിക്കാം, ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം? ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം പുരാണങ്ങളില് സൈലന്ത്രി വനം എന്ന പേരിൽ അറിയപ്പെടുന്ന ദേശീയോദ്യാനം ഇതൊക്കെ ഏതാണ്? സൈലന്റ് വാലിയാണ് കേട്ടോ. ഇനി സൈലന്റ് വാലി ദേശീയ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് പാലക്കാട്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ചോദിച്ചാൽ ഏതാണ്? അത് മണ്ണാർക്കാട് താലൂക്കാണ് കേട്ടോ. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ചോദിച്ചാല് മണ്ണാർക്കാട് താലൂക്കാണ്. ഇനി സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം എന്നാണെന്ന് വെച്ചാല് 1984 ഇന്ദിരാഗാന്ധിയാണ്. എന്നാണ്? 1984 ഇന്ദിരാഗാന്ധി. ഇനി സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം എന്നാണ്? അത് 1985 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധിയാണ് കേട്ടോ. തെറ്റിപ്പോവല്ലേ. ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയും ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധി 1985 സെപ്റ്റംബർ 7 കേട്ടോ. ഇനി ചോദിക്കാം, സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം എന്നാണെന്ന് ചോദിച്ചാല് അത് 2007 കേട്ടോ. 2007. ഇനി സൈലന്റ് വാലി റിസർവ് വനമായി പ്രഖ്യാപിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 1914. ഇനി സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് മുക്കുറുത്തി ദേശീയോദ്യാനമാണ് കേട്ടോ. മുക്കുറുത്തി. ഇനി സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ ആരാണ്? സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ ആരാണെന്ന് വെച്ചാല് അത് റോബർട്ട് റൈറ്റ് ആണ് കേട്ടോ. റോബർട്ട് റൈറ്റ്. സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് നീലഗിരിയാണ് കേട്ടോ. നീലഗിരി. ഇനി 58ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ IFFI നടന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി മഹാരാഷ്ട്ര,
ഓപ്ഷൻ സി ഗോവ, ഓപ്ഷൻ ഡി കേരളം. അത് ഓപ്ഷൻ സി ഗോവയാണ് കേട്ടോ. 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാല് ഗോവയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 59ാമത്തെ ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏത്? ഓപ്ഷൻ എ ജപ്പാൻ, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി ബംഗ്ലാദേശ്, ഓപ്ഷൻ ഡി സ്വീഡൻ. അത് ഓപ്ഷൻ ഡി സ്വീഡൻ ആണ് കേട്ടോ. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്വീഡൻ ആണ്. ഇനി 60ാമത്തെ ക്വസ്റ്റ്യൻ, വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ ഏത്? ഒന്നാമത്തെ പ്രസ്താവന, ഒരു സർക്യൂട്ട് പൂർത്തിയാകുന്നുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് ഒരു സർക്യൂട്ട് പൂർത്തി ആയിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ. നാലാമത്തെ പ്രസ്താവന പറയുന്നു തുറന്ന സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്. 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് ഒരു അടഞ്ഞ സർക്യൂട്ടാണ്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ. ഇനി 61ാമത്തെ ക്വസ്റ്റ്യൻ, തുല്യ വലിപ്പമുള്ള 2 സമതല ദർപ്പണങ്ങൾക്കിടയിൽ വച്ചിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആണെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും? ഓപ്ഷൻ എ 60 ഡിഗ്രി, ഓപ്ഷൻ ബി 90 ഡിഗ്രി, ഓപ്ഷൻ സി 120 ഡിഗ്രി, ഓപ്ഷൻ ഡി 180 ഡിഗ്രി. അത് ഓപ്ഷൻ ബി 90 ഡിഗ്രിയാണ്. അപ്പം തുല്യ വലിപ്പമുള്ള 2 സമതല ദർപ്പണങ്ങൾക്കിടയിൽ വച്ചിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആകണമെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കണം എന്ന് ചോദിച്ചാല് അത് 90 ഡിഗ്രിയാണ് കേട്ടോ. ഇനി 62ാമത്തെ ക്വസ്റ്റ്യൻ, കാന്തങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. ശരിയായവ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന, കാന്തത്തിന്റെ ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അതിന്റെ മധ്യഭാഗത്താണ്. രണ്ടാമത്തെ പ്രസ്താവന, സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു ബാർ കാന്തം തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യും. മൂന്നാമത്തെ പ്രസ്താവന, ഒരു കാന്തത്തിന്റെ ദക്ഷിണ ധ്രുവവും മറ്റൊരു കാന്തത്തിന്റെ ഉത്തര ധ്രുവവും തമ്മിൽ ആകർഷിക്കും. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ്. 2, 3 മാത്രമാണ്. ഏതൊക്കെയാണ്? സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു ബാർ കാന്തം തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യും. ഒരു കാന്തത്തിന്റെ ദക്ഷിണ ധ്രുവവും മറ്റൊരു കാന്തത്തിന്റെ ഉത്തര ധ്രുവവും പരസ്പരം ആകർഷിക്കും. ഒരു കാന്തത്തിന്റെ കാന്തിക ശക്തി ഏറ്റവും ശക്തം ധ്രുവങ്ങളിലാണ്. ഇനി 63ാമത്തെ ക്വസ്റ്റ്യൻ, ധാതുക്കൾ, അയിരുകൾ എന്നിവയെ സംബന്ധിക്കുന്ന ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാ ശരി? ഓപ്ഷൻ എ എല്ലാ ധാതുക്കളും അയിരുകളാണ്, എന്നാൽ എല്ലാ അയിരുകളും ധാതുക്കളല്ല. ഓപ്ഷൻ ബി അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. ഓപ്ഷൻ സി ധാതുക്കൾ എല്ലായ്പ്പോഴും അവയുടെ ശുദ്ധമായ രൂപത്തിൽ കാണപ്പെടുന്നു. ഓപ്ഷൻ ഡി അയിരുകൾ എല്ലായ്പ്പോഴും ലോഹങ്ങളല്ല. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. അതാണ് ശരിയായിട്ടുള്ള ആൻസർ ആട്ടോ. ധാതുക്കൾ, അയിരുകൾ എന്നിവയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഓപ്ഷൻ ബി അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. ഇനി 64ാമത്തെ ക്വസ്റ്റ്യൻ, വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിന്റെ സവിശേഷതയായി വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ഇത് തീപിടിക്കുന്ന വാതകമാണ്. ഓപ്ഷൻ ബി വാഹനങ്ങളുടെ ടയറുകളിൽ കാറ്റടിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന വാതകമാണ്. ഓപ്ഷൻ സി ഇത് തീ കെടുത്തുന്ന വാതകമാണ്. ഓപ്ഷൻ ഡി ഇത് രൂക്ഷഗന്ധമുള്ള വാതകമാണ്. ഏതാണ്? അത് ഓപ്ഷൻ സി ഇത് തീ കെടുത്തുന്ന വാതകമാണ് കേട്ടോ. വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിന്റെ സവിശേഷത എന്താണെന്ന് ചോദിച്ചാല് ഇത് തീ കെടുത്തുന്ന വാതകമാണ്. ഇനി 65ാമത്തെ ക്വസ്റ്റ്യൻ, സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിന്റെ പേര് താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എ സഹജ, ഓപ്ഷൻ ബി സ്ഥൈര്യ, ഓപ്ഷൻ സി സഹിതം, ഓപ്ഷൻ ഡി സഫലം. അത് ഓപ്ഷൻ എ സഹജയാണ് കേട്ടോ. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിന്റെ പേരാണ് സഹജ. ഇനി അടുത്ത 66ാമത്തെ ക്വസ്റ്റ്യൻ, കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിന്റെ പേര്? ഓപ്ഷൻ എ ജെമൈനി, ഓപ്ഷൻ ബി മലയാളി, ഓപ്ഷൻ സി കൈരളി, ഓപ്ഷൻ ഡി DGAI. അത് ഓപ്ഷൻ സി കൈരളിയാണ് കേട്ടോ. ഓപ്ഷൻ സി കൈരളി. കേരള ഡിജിറ്റൽ സർവകലാശാല അക്കാദമിക് ഡീൻ ഡോക്ടർ അലക്സ് ജെയിംസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൈരളി ചിപ്പ് രൂപകൽപ്പന ചെയ്തത് കേട്ടോ. 67ാമത്തെ ക്വസ്റ്റ്യൻ, ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം? ഓപ്ഷൻ എ ബെയ്ജിങ്, ഓപ്ഷൻ ബി ഹോങ്കോങ്, ഓപ്ഷൻ സി വുഹാൻ, ഓപ്ഷൻ ഡി ഷാങ്ഹായ്. അത് ഓപ്ഷൻ സി വുഹാൻ ആണ് കേട്ടോ. ഇനി 68ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ
പ്രമേഹം, ഓപ്ഷൻ ബി രക്താതിമർദ്ദം, ഓപ്ഷൻ സി പക്ഷാഘാതം, ഓപ്ഷൻ ഡി ടൈഫോയിഡ്. അത് ഓപ്ഷൻ ഡി ടൈഫോയിഡ് ആണ് കേട്ടോ. ഇനി ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാനായി കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതി ഏതാണ്? ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാനായി കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതി ഏതാണെന്ന് ചോദിച്ചാല് അത് അമൃതം ആരോഗ്യമാണ് കേട്ടോ. അമൃതം ആരോഗ്യം. ഇനി 69ാമത്തെ ക്വസ്റ്റ്യൻ, സ്ഥാനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ്. ഓപ്ഷൻ എ ആൻജിയോഗ്രാം, ഓപ്ഷൻ ബി റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ്, സി മാമോഗ്രാം, ഓപ്ഷൻ ഡി പാപ് സ്മിയർ ടെസ്റ്റ്. അത് ഓപ്ഷൻ സി മാമോഗ്രാം ആണ് കേട്ടോ. സ്ഥാനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാല് അത് മാമോഗ്രാം ആണ്. ഇനി ഗർഭാശയ ക്യാൻസർ കണ്ടുപിടിക്കുന്നതിനുള്ള ടെസ്റ്റ് ഏതാണ്? ഗർഭാശയ ക്യാൻസർ കണ്ടുപിടിക്കുന്നതിനുള്ള ഫലപ്രദമായ ടെസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് പാപ് സ്മിയർ ടെസ്റ്റ് ആണ് കേട്ടോ. ഇനി 70ാമത്തെ ക്വസ്റ്റ്യൻ, HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനം. ഓപ്ഷൻ എ ജ്യോതിസ്, ഓപ്ഷൻ ബി പുലരി, ഓപ്ഷൻ സി ആശ, ഓപ്ഷൻ ഡി ഉഷസ്. അത് ഓപ്ഷൻ എ ജ്യോതിസ് ആണ് കേട്ടോ. ജ്യോതിസ്. എന്താണ്? HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനം ഏതാണെന്ന് വെച്ചാല് ജ്യോതിസ് ആണ് കേട്ടോ. ഇനി എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതി ഏതാണ്? എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതി ഏതാണെന്ന് വെച്ചാൽ അത് ആയുർദളമാണ് കേട്ടോ. ആയുർദളം. എന്താണ് ഉഷസ് പദ്ധതി? കേരളത്തിലെ നഗരങ്ങളിലും ചേരികളിലും താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉഷസ് ആണ് കേട്ടോ. കേരളത്തിലെ നഗരങ്ങളിലും ചേരികളിലും താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉഷസ് ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 71ാമത്തെ ക്വസ്റ്റ്യൻ, 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല. ഓപ്ഷൻ എ പാലക്കാട്, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി മലപ്പുറം, ഓപ്ഷൻ ഡി തൃശ്ശൂര്. അത് ഓപ്ഷൻ സി മലപ്പുറം ആണ്. 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിച്ചാല് അത് മലപ്പുറം ആണ്. ലോകാരോഗ്യ സംഘടന 2024 ഓഗസ്റ്റിൽ അന്താരാഷ്ട്ര ആശങ്കയുടെ പൊതുജന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണമായ രോഗം ഏതാണെന്ന് ചോദിച്ചാല് അത് എംപോക്സ് ആവും. എംപോക്സ് കേട്ടോ. എംപോക്സ് ആണ്. ഇനി 72ാമത്തെ ക്വസ്റ്റ്യൻ, ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗമാണ്. ഓപ്ഷൻ എ വിബ്രിയോ, ഓപ്ഷൻ ബി സാൽമോണല്ല, ഓപ്ഷൻ സി വേരിയോള, ഓപ്ഷൻ ഡി അമീബ. ഏതാണ്? അത് വിബ്രിയോ ആണ് കേട്ടോ. ഓപ്ഷൻ എ വിബ്രിയോ. ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗാണു ഏതാണെന്ന് ചോദിച്ചാല് അത് വിബ്രിയോ ആണ് കേട്ടോ. ഇനി 73ാമത്തെ ക്വസ്റ്റ്യൻ, നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതി. ഓപ്ഷൻ എ ഹൃദ്യം, ഓപ്ഷൻ ബി ശലഭം, ഓപ്ഷൻ സി ആരോഗ്യ കിരണം, ഓപ്ഷൻ ഡി ആർദ്രം. അത് ഓപ്ഷൻ ബി ശലഭമാണ് കേട്ടോ. നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാല് അത് ശലഭമാണ്. ഇനി ചോദിക്കാം, ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയ്ക്കും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാല് അത് ഹൃദ്യമാണ് കേട്ടോ. എന്താണ്? ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാല് ഹൃദ്യമാണ് കേട്ടോ. ഇനി 18 വയസ്സിന് താഴെയുള്ള മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാല് അത് താലോലമാണ്. എന്താണ്? 18 വയസ്സിന് താഴെയുള്ള മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാല് അത് താലോലമാണ്. 74ാമത്തെ ക്വസ്റ്റ്യൻ, ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്നതിനുള്ള വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം. ഓപ്ഷൻ എ ആലം, ഓപ്ഷൻ ബി ബ്ലീച്ചിങ് പൗഡർ, ഓപ്ഷൻ സി സോഡിയം ബൈകാർബണേറ്റ്, ഓപ്ഷൻ ഡി പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അതാ ഓപ്ഷൻ ബി ബ്ലീച്ചിങ് പൗഡർ ആണ് കേട്ടോ. ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്നതിനുള്ള വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം ഏതാണെന്ന് ചോദിച്ചാല് അത് ബ്ലീച്ചിങ് പൗഡർ ആണ്. ഈ ബ്ലീച്ചിങ് പൗഡറിന്റെ രാസനാമമാണ് കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് കേട്ടോ. കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ്. 75ാമത്തെ ക്വസ്റ്റ്യൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി ബോംബെ, ഓപ്ഷൻ സി കൽക്കട്ട, ഓപ്ഷൻ ഡി പൂനെ. അതാ ഓപ്ഷൻ ഡി പൂനെ ആണ് കേട്ടോ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്നത് പൂനെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 76ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? ഓപ്ഷൻ എ മൻസുഖ് മാണ്ഡവ്യ, ഓപ്ഷൻ ശിവരാജ് സിംഗ് ചൗഹാൻ, ഓപ്ഷൻ സി JP നഡ്ഡ, ഓപ്ഷൻ ഡി പീയൂഷ് ഗോയൽ. ഇവിടെ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ സി JP നഡ്ഡയാണ് കേട്ടോ. ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് JP നഡ്ഡയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 77ാമത്തെ ക്വസ്റ്റ്യൻ, ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപീകരിച്ച നൂതന പദ്ധതി. ഓപ്ഷൻ എ അമൃതം ആരോഗ്യം,
ഓപ്ഷൻ ബി ആരോഗ്യ കേരളം, ഓപ്ഷൻ സി വയോമിത്രം, ഓപ്ഷൻ ഡി നയനമിത്രം. അത് ഓപ്ഷൻ എ അമൃതം ആരോഗ്യമാണ് കേട്ടോ. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപീകരിച്ച നൂതന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാല് അമൃതം ആരോഗ്യം. ഇനി 78ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് മാർഗേനയാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത്? ഓപ്ഷൻ എ മുറിവുകളിൽ കൂടി, ഓപ്ഷൻ ബി രോഗിയുമായി മുഖാമുഖം വരുന്നതിൽ കൂടി, ഓപ്ഷൻ സി വായുവിൽ കൂടി, ഓപ്ഷൻ ഡി മലിനമായ ഭക്ഷണങ്ങളിൽ കൂടി. അത് ഓപ്ഷൻ ഡി മലിനമായ ഭക്ഷണ പാനീയങ്ങളിൽ കൂടിയാണ് കേട്ടോ. ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത് മലിനമായ ഭക്ഷണ പാനീയങ്ങളിൽ കൂടിയാണ്. ഇനി ഏറ്റവും അപകടകരമായ ഹെപ്പറ്റൈറ്റിസ് വിഭാഗം ഏതാണ്? ഏറ്റവും അപകടകരമായ ഹെപ്പറ്റൈറ്റിസ് വിഭാഗം ഏതാണെന്ന് ചോദിച്ചാല് അത് ഹെപ്പറ്റൈറ്റിസ് ബി ആണ് കേട്ടോ. ഇനി മലിനജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ഏതാണെന്ന് ചോദിച്ചാല് അത് ഹെപ്പറ്റൈറ്റിസ് എയും ഇയുമാണ് കേട്ടോ. മലിനജലത്തിലൂടെയും പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് അത് ഹെപ്പറ്റൈറ്റിസ് എയും ഇയുമാണ്. ഇനി രോഗിയുടെ ശരീരസ്രവങ്ങളിൽ കൂടി പകരുന്ന ഹെപ്പറ്റൈറ്റിസ് വിഭാഗം ഏതാണ്? രോഗിയുടെ ശരീരസ്രവങ്ങളിൽ കൂടി പകരുന്ന ഹെപ്പറ്റൈറ്റിസ് വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹെപ്പറ്റൈറ്റിസ് ബി ആണ് കേട്ടോ. ഇനി 79ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയ പേരെന്താണ്? ഓപ്ഷൻ എ NHS, ഓപ്ഷൻ ബി MAL, ഓപ്ഷൻ സി ANWJ, ഓപ്ഷൻ ഡി NHSBT. അത് MAL ആണ് കേട്ടോ. ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചാല് MAL ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്ന രോഗങ്ങൾ ഏതല്ല? ഒന്നാമത് പറഞ്ഞിരിക്കുന്ന നിപ്പ, രണ്ടാമത് പറഞ്ഞിരിക്കുന്ന പോളിയോ, മൂന്നാമത് പറഞ്ഞിരിക്കുന്ന എംപോക്സ്, നാലാമത് പറഞ്ഞിരിക്കുന്ന ക്ഷയം. ഏതൊക്കെയാണ്? അത് ഓപ്ഷൻ എ 1, 3 ആണ് കേട്ടോ. താഴെ പറയുന്നവയിൽ ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് നിപ്പയും എംപോക്സും ആണ് കേട്ടോ. നിപ്പയും എംപോക്സും. അപ്പൊ നമ്മൾ ഇന്ന് 80 ക്വസ്റ്റ്യൻ നോക്കി ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു.